ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അബുദാബിയിൽ വന്നിട്ട് ഇതുവരെയായിട്ട് ഏടി ഇറങ്ങിയിട്ടൊന്നുമില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് എമിറേറ്റ് പാലസ് വരെ ഒന്ന് പോകാമെന്ന് വെച്ചേ. അപ്പോൾ ഡാഡി കാറിൽ എടുത്തിട്ടുണ്ട്. അതിന് പിന്നെ നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എമിറേറ്റ് പാലസിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് തിരക്ക് കുറവാ തോന്നുന്നു. നമ്മളിപ്പോൾ അകത്തേക്ക് കയറാൻ പോയിനത്രേ. പിന്നെ ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല, അത് ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് കാണാം. ഡാഡി ഹായ്. ഹായ് അമ്മേ ശരിമേ. അപ്പം ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാനൊന്നും അറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് വരുന്നതും കാണുന്നതല്ല. അപ്പോൾ ഇവിടെ വന്ന് പരിചയമുള്ളവരോട് നമുക്ക് ചോദിക്കാം. ഡാഡി അങ്ങനെ വീഡിയോയിലൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല, ഡാഡിക്ക് മടിയാണ്. എന്നാലും നമുക്ക് ഡാഡിനോട് ചോദിക്കാം. ഡാഡി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറ. പിന്നെ എന്ത് പറയാൻ, ഇത് എമിറേറ്റ് പാലസ് ഹോട്ടലാണ്. ഇവിടെയാണ് നമ്മൾ VIPs എല്ലാം വന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണിത്. നമ്മൾ മോദി സാറും അങ്ങനെ കുറേ VIPs എല്ലാം വന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണിത്. പിന്നെ വലിയ ആൾക്കാരെ കല്യാണങ്ങളും വെഡ്ഡിങ്. പിന്നെ ഡാഡി പറയുമ്പം കല്യാണവും വെഡ്ഡിങ് ഒരേ സമയത്ത് പറഞ്ഞു പോയി. അതുകൊണ്ട് ഡാഡി പറഞ്ഞു ഇതൊന്ന് ഡിലീറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ ആ ഓഡിയോ ഡിലീറ്റ് ചെയ്തില്ല. പിന്നെ നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ ഓരോ സ്ഥലത്തൊന്നും വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് തോന്നി ഇതിൻ്റെ ഉള്ളിൽ എന്തോ കല്യാണം എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പെർമിഷൻ ഇല്ല. പിന്നെ വീഡിയോയിലൂടെ ആടി പോകുന്നുണ്ട്. നമുക്ക് ആടി അങ്ങോട്ടേക്ക് പോകാം. എന്താ അറിയില്ല. പിന്നെ ഇവിടെ കുറേ സെക്യൂരിറ്റികളുണ്ട് കേട്ടോ. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, അറബിയിലോ എന്തോ, നമുക്കൊന്നും മനസ്സിലായി. സ്റ്റെപ്പെല്ലാം ഇറങ്ങിയിട്ട് പോകുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളെ പിടിച്ചിടുമോയെന്നൊന്നും അറിയില്ല, അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. ഡാഡി എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളെ ഇതിലേ കൂടെ പോകണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡാഡിക്ക് ഇതെല്ലാം അറിയുമോയെന്നൊന്നും അറിയില്ല. ഡാഡി ഇങ്ങോട്ടേക്കെല്ലാം വന്നിട്ടുണ്ടോ? ഡാഡി 5ാമത്തെ പ്രാവശ്യമാണ് പോലും. പക്ഷേ ഇതിലേ കൂടെ എല്ലാം ഇറങ്ങിയിട്ടുണ്ടോ? ചില സമയം ഇറങ്ങി, ചില സമയം എക്സിലേറ്റർ പോകും, ചില സമയം ലിഫ്റ്റ് പോകും. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ആരെങ്കിലും പിടിച്ചു വന്നയ്യോ? അയ്യോ, താഴത്തെ സെക്യൂരിറ്റി ഉണ്ട്, ഇപ്പോൾ പിടിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറേ സ്ഥലമുണ്ട് കാണാനുള്ളത്. എന്നാ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഇവിടെ പറഞ്ഞാൽ ആർക്കും അറിയൂല. എന്തായാലും ഉണ്ട് കാണാൻ. നിങ്ങൾ അബുദാബിയിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എമിറേറ്റ് പാലസിൽ വരണം. പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, നമുക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ വാഷ്റൂമിലേക്ക് പോകാം. വാഷ്റൂം എന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ അത്ര ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ തുള്ളിച്ചട്ടം കാണും വിചാരിക്കും ഞാനെന്തോ അറിയുന്ന ആളെ വീട്ടിൽ പോകുന്നത്. പക്ഷെ അല്ല, അതിൻ്റെ ഉള്ളിൽ എന്നാന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനെയാണേ നമ്മൾ തുറക്കുമ്പോൾ തന്നെ കണ്ടത് ഒരു ഭാഗത്ത് മൊത്തം വാഷ് ബേസ് ആണുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് പിന്നെ ടോയ്ലറ്റ്. ഇത് കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊരു വാഷ്റൂം ആണെന്ന് കാണുമ്പോൾ? എൻ്റെ അമ്മേ, നമുക്ക് എന്ത് ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം. അമ്മേ, നമുക്ക് ഇവിടെ തന്നെ നിന്നാലോ? അമ്മ ഫോട്ടോ എടുക്കാനല്ല ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളതിനെ തിരിച്ചു പോകുന്നത്. പിന്നെ ഇവിടെ റൂമെല്ലാം കേട്ടോ. 7 സ്റ്റാർ ഹോട്ടൽ എന്നല്ല പറയുന്നത്. ഇവിടുത്തെ വാഷ്റൂം തന്നെ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരു റൂം എങ്ങനെയായിരിക്കും പറയേണ്ടതില്ലല്ലോ. അത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മൾ പാലസ് എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലിയൊരു ഹോട്ടലുണ്ട്, ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ എന്നായിട്ടാണ് പേര്. പിന്നെ നമ്മളിങ്ങനെ കുറച്ചും കൂടെ നടന്നപ്പോൾ ഇവിടെ ഒരു നല്ലൊരു പൂളല്ല, ഇങ്ങനെ അതിനെന്ന പേര് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ പാലസിൻ്റെ പുറത്ത് കിടന്നിട്ടുണ്ട്. എല്ലാവർക്കും വന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്, അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ ഫ്രീ ആണ് ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. ഇനി ഇനി എപ്പെങ്കിലും വരുന്നെങ്കിൽ ഒന്നും കൂടെ വരാമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയോ കാണാനുണ്ട്. പിന്നെ കുറച്ച് സ്ഥലത്തൊന്നും നമുക്ക് അലൗഡ് അല്ല കേട്ടോ. അവിടെ എന്തോ ഫങ്ഷൻ എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഡാഡിക്ക് പറയാൻ? ഇനി നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത് KFC. എവിടെയാണെന്ന് അറിയില്ല, ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. കുറച്ച് ദൂരം പോകണം. ഡാഡിക്ക് ഇതൊന്നും ഇത്ര ശീലമില്ലാത്തതാണ്, അതുകൊണ്ട് അങ്ങനെ വരൂല. പക്ഷെ നമുക്ക് ഇനി ഡാഡീനെ ശീലമാക്കണം. ഇങ്ങനെയൊക്കെ വീഡിയോയിൽ വന്ന് സംസാരിപ്പിച്ചിട്ട്. ഡാഡി സിനിമയിൽ അഭിനയിച്ചെന്നൊക്കെ വെറുതെ പറയുന്നതാണ്, ഒന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം.
പിന്നെ നമ്മൾ നേരെ പോയത് മുഷ്രിഫ് മാളിലാണ്. പിന്നെ ആടെ പോയിട്ട് ഫുഡെല്ലാം കഴിക്കാന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. അതും നല്ലൊരു മോളാണ്. പക്ഷെ നമ്മൾ കാര്യമായിട്ട് ആടുന്നൊന്നും അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഡാഡി പോയിട്ട് ആടുന്ന് മെക്ഡൊണാൾഡിന്ന് 2 ദിർഹത്തിന് ഐസ്ക്രീം കിട്ടുന്ന സ്ഥലമാണ്. ആടുന്ന് നമ്മൾ ഐസ്ക്രീം മേടിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഐസ്ക്രീം എല്ലാം കഴിച്ചു. ഞാൻ 2 വട്ടം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ. പിന്നെ ഡാഡി നേരെ പോയിട്ട് KFC പോയിട്ട് KFC ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ എവിടെ പോയാലും KFC ആണല്ലോ മുഖ്യം. അങ്ങനെ നമ്മൾ KFC എല്ലാം കഴിച്ചു. ഇങ്ങനെ ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് പശു കഴിക്കുന്ന പോലെ ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ KFC എല്ലാം കഴിച്ച് വയറെല്ലാം നിറഞ്ഞു. പിന്നെ ഞാൻ അത്ര KFC ഒന്നും കഴിച്ചിട്ടാണ്. നമ്മൾ കുറച്ച് പാർസലാക്കിയിട്ടുണ്ട്. ഇനി നാളെ പോയിട്ട് വീട്ടിൽ പോയിട്ട് തിന്നാൻ തോന്നുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. ബായ് പറ. ശലുമേ ബായ്. ഡാഡി അയ്യോ ബായ്.